തന്റെ അച്ഛനെ പോലെ മരിക്കാൻ അവൻ ഇടവരുമോ? ഇല്ല, അവൻ നിത്യജീവനിൽ പ്രവേശിക്കും. എന്തെന്നാൽ അവൻ നീതിമാനായിരുന്നു. ഒരാളുടെ അനീതിക്ക് മറ്റൊരാൾ കഷ്ടത സഹിക്കേണ്ടി വരുന്നത് നീതിയല്ല. പാപം ചെയ്ത ആത്മാവാണ് മരിക്കേണ്ടത്. പാപം ചെയ്യാത്ത ആത്മാവ് മരിച്ചുകൂടാ. പാപം ചെയ്ത ഒരാൾ പശ്ചാത്തപിക്കുകയും ദൈവത്തിലേക്ക് തിരിച്ചു വരികയും ചെയ്യുന്നുവെങ്കിൽ അയാൾക്കും നിത്യജീവൻ ലഭിക്കും. ഏകദൈവമായ കർത്താവ് ഇപ്രകാരം പറയുന്നു: പാപി മരിച്ചു കാണാനല്ല, പശ്ചാത്തപിച്ച് ജീവനിലേക്ക് വരാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. അതുകൊണ്ടാണ് അവിടുന്ന് എന്നെ അയച്ചിരിക്കുന്നത്. അല്ലയോ അലഞ്ഞു തിരിയുന്ന കുഞ്ഞുങ്ങളെ, നിങ്ങൾക്ക് നിത്യജീവൻ ലഭിക്കും. ഞാൻ ജീവനാകുന്നു. എന്നിലും എന്നെ അയച്ചവനിലും വിശ്വസിക്കുന്നവന് ഇത് പര്യന്തം പാപിയായിരുന്നാൽ പോലും നിത്യജീവൻ ലഭിക്കും.